യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ദേശീയ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട അബിൻ ആവശ്യപ്പെട്ടു. പ്രതിഷേധം ഉണ്ടെങ്കിലും ഇനി കൂടുതൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് AI ഗ്രൂപ്പുകളുടെ തീരുമാനം. റിപ്പോർട്ട് കാണാം ആദ്യം. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ പ്രസിഡന്റാക്കണമെന്ന ആവശ്യം ഐ ഗ്രൂപ്പ് തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നു. നിലവിൽ വന്ന പട്ടികയിൽ അബിന് സ്വാഭാവിക നീതി നിഷേധിച്ചു എന്നാണ് ഐ ഗ്രൂപ്പിന്റെ വിമർശനം. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ പരസ്യമായി തള്ളിപ്പറയുന്നില്ല എങ്കിലും അതൃപ്തി പരസ്യമാക്കുന്നുണ്ട് അബിൻ വർക്കി. ദേശീയ സെക്രട്ടറിയാക്കിയ തീരുമാനത്തോടുള്ള വിയോജിപ്പും മറച്ചുവെക്കുന്നില്ല. ഞാൻ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനം അംഗീകരിക്കും. പക്ഷെ ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട് എന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം. ഞാൻ കേരളത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനായി, ഏറ്റവും അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി, അവർ പ്രതീക്ഷിക്കുന്ന ഒരു പോരാളിയായി ഞാൻ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ ഞാൻ കേരളത്തിൽ തുടരാൻ ഞാൻ തയ്യാറാണ്. KPCCയുടെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും അധ്യക്ഷ സ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നത് യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ നിർണായക വിഷയമായിരുന്നു. സാമുദായിക സമവാക്യം എന്ന ഘടകം പരിഗണിച്ച് മാറ്റി നിർത്തിയതിലും അബിന് പ്രതിഷേധമുണ്ട്. ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു മതേതരത്വം പേർന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ? ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എന്റെ കുഴപ്പം? KM അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാത്തതിൽ A ഗ്രൂപ്പിന് കടുത്ത അമർഷമുണ്ട്. എന്നാൽ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല. നിലവിലെ തീരുമാനം അംഗീകരിച്ച ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാ ജില്ലകളിലും അഭിജിത്തിനെ സജീവമായി രംഗത്തിറക്കാനാണ് A ഗ്രൂപ്പിന്റെ തീരുമാനം. അഭിജിത്ത് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചിരുന്നു. പുനഃസംഘടനാ തീരുമാനം പുനഃപരിശോധിക്കില്ല എന്നും നിയമനങ്ങളിൽ തെറ്റില്ല എന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ. I don't know, but this is an organizational internal matter and I haven't talked with him. He hasn't approached me right now. പാർട്ടി പുനഃസംഘടന നടക്കുമ്പോൾ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ചെറിയ മുറുമുറുപ്പുകൾ മാത്രമാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ. ഉയരുന്ന പ്രതിഷേധങ്ങൾ വൈകാതെ കെട്ടടങ്ങുമെന്ന പ്രതീക്ഷയാണ് OJ ജനീഷും ബിനു ചുള്ളിയിലും നയിക്കുന്ന പുതിയ നേതൃത്വത്തിനുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാകുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. അമൽ തേരമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അങ്ങനെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള വലിയൊരു മാറ്റത്തിലേക്ക് വഴിവെക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മുഖങ്ങൾ, ഒന്ന് KM അഭിജിത്തും ഒപ്പം അബിൻ വർക്കിയും ദേശീയ തലത്തിലേക്ക് പ്രവർത്തിക്കാനായി സംസ്ഥാനത്ത് തിളങ്ങി നിറഞ്ഞു നിൽക്കുന്ന രണ്ട് നേതാക്കൾ പോവുകയാണ്. അപ്പോഴാണ് ഈ പറയുന്ന ചില അസ്വാരസ്യങ്ങൾക്കൊക്കെ വഴിവെക്കാവുന്ന തരത്തിലേക്ക് അബിൻ്റെ പ്രതികരണം കൂടി വരുന്നത്. പക്ഷേ അതൊരു വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് എന്ന് പോകാൻ പറയത്തക്ക രീതിയിലും അല്ലായിരുന്നു. ആ രീതിയിലൊരു സീമയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണം അതേസമയം അബിൻ വർക്കി പരസ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു വിലയിരുത്തലിലേക്ക് നമുക്കൊന്ന് ആധികാരികമായി പോയി കഴിഞ്ഞാൽ അഭിലാഷ് മോഹനും മാധു സജി നമ്മുടെ ചേരുകയാണ്. അഭിലാഷ്, നമ്മളൊക്കെ ഒരുപക്ഷെ പ്രതീക്ഷിച്ചു അബിൻ വർക്കിയുടെ പേരുണ്ട്, അഭിജിത്തിന്റെ പേര് നമ്മൾ കേട്ടു, ഈ പറയുന്ന ബിനു ചുള്ളിയിൽ ജനീഷിൻ്റെയൊക്കെ പേര് കേട്ടു. പക്ഷേ കുറച്ചുകൂടെ മുൻതൂക്കം ഒരുപക്ഷെ അബിൻ വർക്കിക്ക് നമ്മൾ കൽപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. എന്താണ് ഇപ്പോൾ ഒരു മാറ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ എന്താണ് ഇപ്പോൾ അബിൻ വർക്കിയുടെ പത്രസമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട ആ ഒരു സമയം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് അഭിലാഷിന് തോന്നുന്നത്? ഒന്ന്, അബിൻ സ്വാഭാവിക ചോയ്സ് ആയിരുന്നു. കാരണം കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ടാമത്തെ ആൾ അബിൻ വർക്കിയാണ്. ഐ ഗ്രൂപ്പിന്റെ നോമിനിയായി വന്ന ആളാണ്. ഇപ്പോൾ ഒളിമ്പിക്സ് മത്സരത്തിലെ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയ ആൾ അയോഗ്യനാക്കപ്പെട്ടാൽ 2ാം സ്ഥാനത്ത് ഉള്ള ആൾക്കാണ് സ്വർണം കിട്ടുക എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ആ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ടാമത്തെ ആൾ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി വരേണ്ടതാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിൽ, ഈ സംഘടനാ തെരഞ്ഞെടുപ്പിലാണ് മാൽ പ്രാക്ടീസസിൻ്റെ ആരോപണം ഉണ്ടായിരുന്നത്. വ്യാജ വോട്ടർ ID ഉണ്ടാക്കിയും അല്ലാതെ ആളുകളുടെ വോട്ടർ ID വാങ്ങിയും ഒക്കെ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കപ്പെട്ട ആളാണല്ലോ അബിൻ വർക്കി. അപ്പോൾ ഈ രണ്ട് തരത്തിൽ നോക്കിയാലും നാച്ചുറൽ ജസ്റ്റിസ് അനുസരിച്ച് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകേണ്ട ആളായിരുന്നു. ആയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഐ ഗ്രൂപ്പിന്റെ നോമിനിയാണെന്ന് മാത്രമല്ല രമേശ് ചെന്നിത്തല പരസ്യമായി യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അബിൻ വർക്കിയാണ്. പിന്നീട് രമേശ് ചെന്നിത്തല പറഞ്ഞു, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചപ്പോൾ അത് പറയേണ്ടത് ഞാനല്ല ഇവരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അഭിലാഷ്, ഈ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ വോട്ടിന്റെ കണക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൃപ്തി പരസ്യമാക്കാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ ആത്യന്തികമായിട്ടൊരു കോൺഗ്രസ് നേതാവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നെങ്കിൽ പോലും എൻ്റെ അഡ്രസ് എന്താണ്, അത് മൂലകാരണം അത് കോൺഗ്രസ് ആണ് എന്ന് പറയുമ്പോഴും പറയാതെ പറയുന്നുണ്ട്, കൊള്ളിക്കുന്നുണ്ട്. അല്ല, ഈ അതൃപ്തി പറയാൻ വേണ്ടിയിട്ടാണ് അബിൻ വർക്കി ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അയാൾ മുറിവേറ്റ ആളാണ്. കാരണം ഒരു നാച്ചുറൽ ചോയ്സായി വരേണ്ട ഒരു
ആൾ എന്നുള്ള നിലയിൽ അത് നിഷേധിക്കപ്പെട്ടു എന്ന ഫീലിംഗ് തീർച്ചയായിട്ടും അബിൻ വർക്കിയെ സംബന്ധിച്ചിട്ടുണ്ട്. OJ ജനീഷ് നല്ല സംഘാടകനാണ്, മികച്ച സംഘടനാ റൂട്ടുകളുള്ള ആളാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രശ്നം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അബിൻ ഇപ്പോൾ എന്നെ പിന്നെ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ സമ്മതിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വലിയ കഥയില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നാഷണൽ സെക്രട്ടറി ആയതുകൊണ്ട് ഉത്തരാഖണ്ഡിലോ ഹിമാചൽ പ്രദേശിലോ ഒന്നും പോയി പ്രവർത്തിക്കേണ്ട കാര്യമൊന്നും വരില്ല. ഒരു പദവി മാത്രമാണല്ലോ, അദ്ദേഹം കേരളത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുക. പക്ഷേ എൻ്റെ പ്രശ്നം ഇതാണ് എന്നുള്ള ഈ അതൃപ്തി പറയാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. മധു, സ്വാഭാവികമായ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ അബിൻ വർക്കി? ഒരു വെട്ടിമാറ്റൽ നടന്നിട്ടുണ്ടോ? അതോ ഈ പറയുന്ന സാമൂഹികമായിട്ടുള്ള ജാതീയമായിട്ടുള്ള ചില ഘടകങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചോളം എല്ലാം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷനാണോ നടന്നിട്ടുള്ളത്? എന്താണ് മാധുവിന്റെ ഒരു വിലയിരുത്തൽ? രാഹുൽ രാജിവെച്ചപ്പോൾ അബിൻ വർക്കി ആകില്ല അടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്നതിന്റെ സാധൂകരണമായി വന്നത് ഈ കാലതാമസമാണ്. കാരണം അബിനെ ആക്കാനായിരുന്നെങ്കിൽ അടുത്ത ആഴ്ച അത് ചെയ്യാമായിരുന്നു. അത് വേണ്ടതില്ല, അതിനൊരു സാവകാശം ഉണ്ടാവട്ടെ, അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു പൊട്ടിത്തെറി വേണ്ട, കുറച്ചൊന്ന് താമസിക്കട്ടെ, ഒന്ന് പരുവപ്പെടട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇത്രയധികം താമസം വന്നത്. ഇപ്പോൾ ഇടത് ഹാൻഡുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടോ, അതിനൊരു അധ്യക്ഷനുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഇതൊന്ന് പരുവപ്പെടുത്താനുള്ള നീക്കമായിട്ട് അതിൻ്റെ സാധൂകരണം എന്ന് പറയുന്നത് ഈ കാലതാമസമായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ ഈ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു എന്നതിനപ്പുറത്ത് ഏറ്റവും പക്വമായ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു സമാധാനത്തിലുള്ള പ്രതികരണമാണ് അബിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു തരത്തിലും പാർട്ടിയെ തള്ളി പറയുന്നില്ല, എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന നിലയ്ക്ക് മാത്രമാണ് പറയുന്നത്. ഇടയ്ക്കൊന്ന് പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എന്നുള്ളത് മാത്രമാണ്, അതെ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ പക്വമായ പ്രതികരണമാണ് ഉണ്ടായതെന്നാണ് വിചാരിക്കുന്നത്. ജനീഷ് അല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ പൊട്ടിത്തെറി അബിൻ്റെ ഭാഗത്തു നിന്നല്ല ഞാൻ പറയുന്നത്, യൂത്ത് കോൺഗ്രസ് എല്ലാവർക്കും കുറച്ചുകൂടി പ്രിയപ്പെട്ടവനാണ്. യൂത്തിൽ കിട്ടുന്ന ആ ഒരു എന്താണ് ആ ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്തായിരിക്കാം? എല്ലാവർക്കും കുറച്ചുകൂടി പ്രിയപ്പെട്ടവനാണ്, മികച്ച സംഘടന അടിത്തറയുള്ളൊരു നേതാവാണ്, ആരെയും വെറുപ്പിക്കാത്ത ഒരാളാണ്. പിന്നെ ഈ അബിൻ വരേണ്ടതില്ല എന്ന ഒരു വിലയിരുത്തലിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിശ്ചയദാർഢ്യം ആർക്കെങ്കിലും ഉള്ളതായി തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിൽ സാധാരണ എ ഗ്രൂപ്പിന്റെ ഒരു അംഗത്തട്ടാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഈ 1,70,000 വോട്ട് ഐ ഗ്രൂപ്പ് പിടിച്ചതിന് വലിയ സംഭവമായിരുന്നു. പക്ഷേ ഇതിപ്പോ കെ സി ആണ്, KSUവിന്റെയും അതെ യൂത്ത് കോൺഗ്രസിന്റെയും അതെ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, നോക്കൂ അടുത്ത കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ ആരായിരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റുമോ? അല്ല, ഈ രൂപത്തിലായിരിക്കും ആ തീരുമാനം. അല്ലാതെ ഇപ്പോൾ 5 കൊല്ലം ഈ രീതിയിൽ പ്രവർത്തിച്ചില്ലേ, അല്ലെങ്കിൽ സീനിയോറിറ്റി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്കല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VDS അല്ലേ എന്നുള്ളതൊന്നും ആയിരിക്കില്ല. ഇത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്ത പോസ്റ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ KSU അധ്യക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഘടനാ പദവി തീരുമാനിക്കണമെങ്കിൽ പണ്ടെങ്ങനെയായിരുന്നു? ആന്റണി കരുണാകരനും ഡൽഹിക്ക് പോകും, അത് കഴിഞ്ഞിട്ടോ ഉമ്മൻചാണ്ടിയും പിന്നെ രമേശും ഡൽഹിക്ക് പോകും, ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും ഡൽഹിക്ക് പോകുന്നു. ഇപ്പൊ ആരും ഡൽഹിക്കൊന്നും പോകണ്ട, കാരണം ഡൽഹി ഇവിടെ ഉണ്ട്. അപ്പൊ തീരുമാനം ആ റൂട്ടിലാണ്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഈ തരുണത്തിലാണ് ഇവിടെ തീരുമാനങ്ങൾ. അബിൻ വർക്കിയെ നോക്കുമ്പോൾ അബിൻ വർക്കി ഒരു പക്ഷേ പറയുന്നതിൽ ഒരു അർത്ഥമില്ലേ? കാരണം അതിൽ സാങ്കേതികമായി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ ദേശീയ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് അത് മാത്രമല്ല, 1-2 പേര് മാത്രമല്ല, 3-4 പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇതേ പദവിയിലേക്ക് വീണ്ടും എത്തുകയാണ്. അപ്പോൾ അബിനെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പിൽ അബിൻ പറഞ്ഞ ഫാക്ടേഴ്സാണ് ഒരു നല്ലൊരു കോൺസ്റ്റിറ്റ്യുവൻസിൽ ഫീൽഡ് ചെയ്യിക്കാൻ പറ്റിയ നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ അബിനൊരു കാൽക്കുലേഷൻ, എന്തായാലും രാഷ്ട്രീയക്കാരനാണല്ലോ, കാൽക്കുലേറ്റ് ചെയ്യാതെ ഒന്നും എല്ലാം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വായ്മൊഴികളൊക്കെ പറയുമ്പോഴും അതിനപ്പുറത്തേക്കൊരു കാര്യങ്ങൾ കുറിക്കുള്ളത് അല്ലെങ്കിൽ ആ രീതിയിലൊരു കാൽക്കുലേഷൻ നടത്തിയിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന് അബിൻ്റെ ഒരു ഭാവി സംബന്ധിച്ച് അബിനെ സംബന്ധിച്ചോളം ആശങ്കയുണ്ടോ? കൂടെ നിൽക്കുന്നവർക്ക് ആശങ്കയുണ്ടോ? ഐ ഗ്രൂപ്പിന് ആശങ്കയുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരാളം യുവ നേതാക്കളെ കോൺഗ്രസ് ഫീൽഡ് ചെയ്തിരുന്നു. ഈ തവണയും കൂടുതൽ യുവ നേതാക്കളെ ഫീൽഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളെന്നുള്ള നിലയിൽ അബിൻ വർക്കിയെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ സാധ്യതകളും അവിടെ തുറന്നു കിടക്കുകയാണ്. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ ഇപ്പോഴത്തെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടോ ഉള്ള തീരുമാനങ്ങൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ഘടകമാവുമെന്ന് തോന്നുന്നില്ല. സമാധാന സമവാക്യം അതാണെന്ന് കേൾക്കുന്നു, കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നുമുണ്ട്. അവിടെ അഭിജിത്തിന്റെ കാര്യം എങ്ങനെയാണ് മാധു? അല്ല, അഭിജിത്തിന്റെ കാര്യത്തില്ല. അപ്പോൾ അഭിജിത്ത് കഴിഞ്ഞ തവണ കോഴിക്കോട് മത്സരിച്ച ആളാണ്. ഇത്തവണയും അഭിജിത്തിന് കുറച്ചുകൂടി ബേസ് അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ്
ഈ അഭിജിത്തിനെ കഴിഞ്ഞ തവണ ദേശീയ നേതൃത്വത്തിലേക്ക് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ പൊട്ടിത്തെറികൾ യൂത്ത് കോൺഗ്രസിന്റെ അണികൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നേതാവ് എന്ന് അഭിജിത്തിനെ എടുത്ത് പറഞ്ഞുകൊണ്ട് അഭിജിത്താണ് നയിക്കേണ്ടത് എന്ന തരത്തിൽ പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. ഇത്തവണ ദേശീയ സെക്രട്ടറി ആയിട്ട് പരിഗണിക്കുമ്പോൾ അതൊരു വലിയ കാര്യം എന്ന നിലയ്ക്കാണ് വിചാരിക്കുന്നത്. അഭിജിത്തിനെ KSU യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കണം എന്ന ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. കമ്മിറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ആ കമ്മിറ്റിക്ക് പുറത്തുള്ള പുതിയ ആളുകൾ കൂടി വരുന്നത് കൊണ്ട് ഏതായാലും നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഈ പോയിന്റ് ചെയ്യേണ്ട കാര്യം അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഇതാണ് മെസ്സേജ്, ഇതാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പിൻബലമോ ഗോഡ് ഫാദേഴ്സോ ഒക്കെ കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അല്ല കാര്യങ്ങൾ. സാമ്പ്രദായികമായ AI ഗ്രൂപ്പുകളും അവർ തമ്മിലുള്ള സമവായവുമല്ല. AI ഗ്രൂപ്പുകളുടെ സമവായത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇനി മേലിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നത് അടിവരയിടുന്ന ഒരു സംഗതിയായിട്ട് നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിനെ കാണണം. KC വേണുഗോപാലിനാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഫൈനൽ സേ. അതിൽ യാതൊരു മാറ്റവും. അതുകൊണ്ടാണോ മാധു, അതായത് പഴയ അല്ലെങ്കിൽ A ഗ്രൂപ്പോ I ഗ്രൂപ്പോ മറ്റാരെങ്കിലും നേതാക്കന്മാരുടെ പ്രതികരണം പരസ്യമായി നമ്മൾ കണ്ടില്ല. കാരണം അതിർത്തി പറഞ്ഞാൽ അത് KCക്കെതിരെയുള്ള ഒരു അതൃപ്തിയായി മാറും എന്നതുകൊണ്ട് ഇത് അവസാനിക്കാനാണോ? അതൃപ്തിയുണ്ട്, വിമർശനമുണ്ട്. പക്ഷെ അത് പൊതുവായി പബ്ലിക്കായി ഉന്നയിക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പാർട്ടിക്കുള്ളിൽ തീർച്ചയായിട്ടും ഉന്നയിക്കപ്പെടും. ഈ നിലയ്ക്കാണെങ്കിൽ ഇതൊരു വലിയ ഭീഷണിയായി ഉയർന്നു വരുമെന്ന് സ്വാഭാവികമായും അവർ വിചാരിക്കും. അങ്ങനെ ഒരു KCക്കെതിരെ അല്ലെങ്കിൽ ഈ പബ്ലിക് ഒരു പ്രതികരണ റിയാക്ഷൻ അപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ ഒരു മുറുമുറുപ്പായി മാറും. ഇപ്പം അങ്ങനെ ഒരു പഴയ പോലെ ഗ്രൂപ്പ് സമൂഹങ്ങളിലെ A ഗ്രൂപ്പ് ഏകോപിതമല്ല. A ഗ്രൂപ്പ് തന്നെ ചിഹ്ന ഭിന്നമാണ്. ഒന്നാമത് I ഗ്രൂപ്പും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ I ഗ്രൂപ്പിൽ ആരൊക്കെയാണ് രമേശിന്റെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ A ഗ്രൂപ്പ് എന്ന് പറയുന്ന നേതാക്കൾ ആരൊക്കെയാണ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം തന്നെയും ഈ ഗ്രൂപ്പുകളൊക്കെ ചിഹ്ന ഭിന്നമായിരുന്നു. എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ സപ്പോർട്ടേഴ്സാണ് ഇപ്പോൾ കൂടുതലും. ഈ സമവാക്യങ്ങളൊക്കെ മാറി. നമ്മൾ പരമ്പരാഗതമായ AI ഗ്രൂപ്പ് എന്ന നിലയിൽ ആലോചിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം A ഗ്രൂപ്പിന്റെ നോമിനി ആയിട്ടാണ് സാങ്കേതികമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണ് ആയതെങ്കിലും അദ്ദേഹത്തെ A ഗ്രൂപ്പായി എല്ലാവരും കാണുന്നില്ല. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പഴയ AI സംവിധാനം ഇപ്പോഴില്ല എന്ന് പറയുന്നതാണ് സത്യം. ഒറ്റ കാര്യം കൂടി പറഞ്ഞു. കോൺഗ്രസിൽ ഇപ്പം അബിൻ സ്വീകരിച്ച നിലപാട് എന്നത് പറഞ്ഞ പോലെ കോൺഗ്രസിൽ പിണങ്ങിപ്പോയവരാരും എവിടെയും എത്തി. ഇപ്പൊ കർണാടകടക്കം തിരിച്ചു വരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഇട്ടിട്ട് പോകാൻ കഴിയുന്ന ഒരു കാലമോ സമയമോ ഒന്നുമല്ല അബിനെ സംബന്ധിച്ചിടത്തോളം. വലിയ എതിർപ്പും വലിയ വെറുപ്പും വാങ്ങി വെക്കാം എന്നുള്ളതിനപ്പുറത്ത് അതിലൊരു ഇൻവെസ്റ്റ്മെന്റും ഉണ്ടാവില്ല എന്നുള്ളതാണ്. തീർച്ചയായും അതാണ് വിലയിരുത്തലിലേക്ക് പോകുമ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നത്. അബിൻ ഉയർത്തിയ അതൃപ്തി അതൊരു പക്ഷേ ആ പാർട്ടി സീമയ്ക്കുള്ളിൽ നിന്ന് പറയുമ്പോഴും ചില സന്ദേശങ്ങൾ രാഷ്ട്രീയമായി മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. അതാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷ സ്ഥാനത്തിലൂടെ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്.